ഹലോ, ഞാൻ നിങ്ങളുടെ സ്വന്തം ബാനു. നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും നെയ്ച്ചോറ്, സാദാ ചോറ് ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി BDF തയ്യാറാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കിലോ ബീഫ് നന്നായി കഴുകി വെള്ളം വലത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഇനി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ബീഫ് വാങ്ങുമ്പോൾ എല്ലില്ലാത്ത ബീഫ് വാങ്ങണം, നെയ്യൊന്നും പാടില്ല. നല്ല കട്ടിക്ക് ഇതുപോലത്തെ ഇരിക്കുന്ന കഷ്ണമുള്ള ബീഫ് വാങ്ങണം കേട്ടോ. ഇത് നമുക്കിനി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കിനി കുറച്ച് ഉപ്പ് ചേർക്കാം. കുറച്ച് ഉപ്പ് ചേർത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർക്കാനുള്ളതാണ്. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് നമുക്ക് കുറച്ച് കാശ്മീരി ചില്ലി ആട്ടോ ഇട്ട് കൊടുക്കണം. കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് ബീഫ് വേകാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ. ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങും, അത് കാരണം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് 1 വിസിലും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് 7 വിസിലും കേട്ടോ ഞാൻ അടുപ്പിക്കുന്നത്. ടോട്ടൽ ഞാൻ 8 വിസിലടുപ്പിക്കും. അപ്പോൾ നിങ്ങളുടെ കുക്കറിലെ വേവുകളൊക്കെ നിങ്ങൾക്കറിയാലോ. പിന്നെ ബീഫ് പല ഇതിലും പല വേവുകളാണ്. അപ്പോൾ അതൊക്കെ അനുസരിച്ച് നോക്കണം. 80% തൊട്ട് 90% വരെയാണ് ബീഫ് വേവാകുള്ളൂ. അതിൽ കൂടുതൽ വേവരുത്, പൊടിഞ്ഞു പോകും. നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ബീഫൊക്കെ റെഡി ആയിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. ഇത് നമുക്കതൊന്ന് കോരി എടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇറച്ചിയൊക്കെ വെന്ത് ഇതാക്കിയിട്ടുണ്ട്. നമുക്കിതൊന്ന് കഷ്ണിച്ചെടുക്കാം കേട്ടോ. ഇത് കഷ്ണിക്കുമ്പോൾ കറക്റ്റ് ഇത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് കനമായി പോകരുത്, ഒരുപാട് കനം കുറഞ്ഞും പോകരുത് കേട്ടോ. അങ്ങനെ നമുക്ക് കടിച്ചെടുക്കാം. ഇത് വേവിക്കുമ്പോൾ ഒരുപാട് വെന്ത് പോകരുത് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ വെന്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിൻ്റെ ഒന്നും നടക്കില്ല, മുറിഞ്ഞിപ്പോവും, പൊടിഞ്ഞു പോവും. അപ്പോൾ എനിക്ക് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് കഷ്ണിച്ചെടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബീഫ് ഒന്ന് ഞാൻ കഷ്ണിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നമുക്കൊന്ന് കഷ്ണിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇടിച്ച മുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. വറ്റൽമുളകില്ലേ, അത് പൊടിച്ചതാണ്, അത് കുറച്ചിട്ട് കൊടുക്കാം. കുറച്ച് പെരിഞ്ചീരകം പൊടിച്ചതിട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മൾ ആദ്യം ഇട്ടതായിരുന്നു കേട്ടോ. ഇപ്പോൾ കുറേശ്ശെ ഇട്ട് കൊടുക്കണത്. കുറച്ച് മുളക് പൊടി, കാശ്മീരി ചില്ലി കേട്ടോ ഇത്. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ ഉപ്പിട്ട് കൊടുത്തായിരുന്നു, അപ്പോൾ കുറച്ച് ഉപ്പ് ഇതിലും ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതനുസരിച്ച് ഉപ്പിൻ്റെയൊക്കെ അനുസരിച്ച് നിങ്ങൾ ഇട്ട് കൊടുക്കണേ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കണം. വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബീഫ് വേവിച്ച് വെച്ച വെള്ളമില്ലേ, ഇത് കുഴയ്ക്കാൻ പാകത്തിന് ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. മിക്സ് ചെയ്യുമ്പോൾ വെള്ളം കൂടി പോകരുത് കേട്ടോ. വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ നമുക്കിത് കഷ്ണത്തിലൊക്കെ പിടിച്ചിരിക്കാൻ പാടായിരിക്കും. നമുക്ക് കുറച്ച് ഒരു അരമുറി നാരങ്ങയുടെ നീര് ഊറ്റി കൊടുക്കാം കേട്ടോ. നാരങ്ങയുടെ കുരുവൊക്കെ ഞാൻ പറക്കി കളഞ്ഞു കേട്ടോ. അത് അബദ്ധത്തിൽ ചടിയ കുരുവാണ്. ബീഫ് പൊടിഞ്ഞു പോകാതെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ബീഫ് പൊടിഞ്ഞു പോയി കഴിഞ്ഞാൽ ഞാൻ അതൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ കേട്ടോ.
അപ്പം ഞാൻ മസാലയൊക്കെ പുരട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് 1 മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. 1 മണിക്കൂർ ഇല്ലെങ്കിൽ അരമണിക്കൂറെങ്കിലും മസ്റ്റായിട്ട് ഇത് റെസ്റ്റ് ചെയ്ത് മാത്രമേ നിങ്ങളിത് ഉണ്ടാക്കാമുള്ളൂ. ഞാനിതിപ്പോൾ 1 മണിക്കൂർ വെളിയിൽ വെക്കുന്നില്ല. ഞാനിത് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് റെസ്റ്റ് ചെയ്തിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. 1 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്കതൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും വെക്കരുത് കേട്ടോ, കത്ത് പിടിക്കും. ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും വെക്കാതെ നമുക്കിത് ഓരോന്നിട്ട് കൊടുക്കാം കേട്ടോ. ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് പൊട്ടി പിടിക്കും അവിടെ നിന്ന് ഇടുന്നു. ഞാനിത് 1 മണിക്കൂർ കൂടുതൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ. ഇതെല്ലാം ഞാൻ ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ തന്നെ മറിച്ചിടരുത് കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ മസാല പിടിപ്പിച്ചിട്ടില്ലേ, മസാല ഇളകി പോരും. അത് കാരണം ഒരു മിനിറ്റ് കഴിഞ്ഞ് മാത്രം കേട്ടോ ഇത് മറിച്ചിടാവുള്ളൂ. അപ്പോൾ ഏകദേശം 1 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇത് നന്നായിട്ട് മുരിഞ്ഞ് പോരുകയും ചെയ്യരുത്, എന്നാൽ ഒരു വേവും ആയിരിക്കണം. ഒരുപാട് നേരിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ ഭയങ്കര ഹാർഡായിട്ടിരിക്കും, കഴിക്കാൻ പാടില്ലായിരിക്കും. നമ്മൾ കഴിക്കാൻ ഹാർഡായിട്ടിരിക്കും. അപ്പോൾ ഒരു വേവ് അനുസരിച്ച് ഇത് വാങ്ങിയില്ലെങ്കിൽ നമുക്കിത് പാടാകും. ഇട്ട ഉടനെ ഇളക്കുകയും ചെയ്യരുത്. ഇളക്കിയ മസാല എണ്ണയിലേക്ക് ആകെയാവും, ഫ്രൈ ആയി കിട്ടും കേട്ടോ. ഇത് ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം, കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം കേട്ടോ. ബീഫ് മേടിക്കുമ്പോൾ 1 തവണയെങ്കിലും നിങ്ങൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ.